ഇന്ത്യൻ പ്രതിരോധ മന്ത്രി പദവി അലങ്കരിച്ച 3 തവണ കേരള മുഖ്യമന്ത്രിയായിരുന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം AK ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിനൊപ്പമാണ് മീഡിയ വൺ ഇന്ന് സഞ്ചരിക്കുന്നത്. രാഹുൽ ഗാന്ധി രാജ്യഭരണമേറ്റെടുക്കുമാ ദിനം, രാജ്യമാകെ ശാന്തി സമാധാനം കൈവരും ദിനം. രാഹുൽ ഗാന്ധി രാജ്യഭരണമേറ്റെടുക്കുമാ ദിനം, രാജ്യമാകെ ശാന്തി സമാധാനം കൈവരും ദിനം. UPAക്ക് കൈക്കരുത്ത് നമ്മളാണ് സോദരെ, യുദ്ധമുഖം തീർത്ത ഫാസിസം തകർക്ക് ധീരരെ. UPAക്ക് കൈക്കരുത്ത് നമ്മളാണ് സോദരെ, യുദ്ധമുഖം തീർത്ത ഫാസിസം തകർക്ക് ധീരരെ. പള്ളിരുത്തിയിൽ ഹൈബ്രിഡിന്റെ പ്രചാരണ യോഗമാണ് AK ആന്റണിയുടെ ഇന്നത്തെ ആദ്യത്തെ പൊതുയോഗം. പിന്നീട് വൈറ്റിലയിലും ഹൈബ്രിഡ് പ്രചാരണ യോഗത്തിൽ പങ്കെടുക്കും. ശേഷം പുത്തൻകുരിശിൽ ബെന്നി ബെഹനാന്റെ പ്രചാരണ യോഗത്തിലേക്ക്, അതിനുശേഷം കോതമംഗലത്ത് ഡീൻ കുര്യാക്കോസിന്റെ പ്രചാരണ യോഗത്തിലും പങ്കെടുത്താണ് AK ആന്റണിയുടെ ഇന്നത്തെ പര്യടനം അവസാനിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് BJP നടത്തിയിട്ടുണ്ട്. 5 മണിക്ക് നിശ്ചയിച്ച പരിപാടിയാണെങ്കിലും പരിപാടി തുടങ്ങിയപ്പോഴേക്കും 3/4 മണിക്കൂർ വൈകി. എങ്കിലും പ്രവർത്തകർ ക്ഷമയോടെ തന്നെ കാത്തിരുന്നു. പതിവ് ചിരിയുമായി ആന്റണി കാറിൽ വന്നിറങ്ങി. മുദ്രാവാക്യം വിളികളുമായി പ്രവർത്തകർ. അഴിമതിയിൽ നിന്ന് പ്രതിരോധ വകുപ്പിനെ മുക്തമാക്കിയ ഏറ്റവും ആദർശ നേതാവ് ശ്രീ AK ആന്റണി അവർ ഈ വേദിയിലേക്ക് വന്നിരിക്കുകയാണ്. വിഷു ആയതുകൊണ്ട് കണിക്കൊന്നയും കണിവെള്ളരിയും നൽകി സ്വീകരണം. ഈ ഈടനമുണ്ടാകണം. ഇന്ത്യൻ പാർലമെന്റിൽ ശ്രീ രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരുവാൻ, ശ്രീ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുവാൻ അതിനുവേണ്ടി നിങ്ങൾ ഏവരും പ്രവർത്തിക്കണം. പതിവ് പോലെ പതിഞ്ഞ ശബ്ദത്തിൽ സംസാരിച്ചു തുടങ്ങി. പള്ളുരുത്തിക്കാരെ കയ്യിലെടുക്കാൻ വാക്കുകൾ കൊണ്ട ചില തന്ത്രങ്ങൾ. പ്രിയങ്കരനായ DCC പ്രസിഡന്റ് TJ വിനോദ്, എൻ്റെ ദീർഘകാലമായിട്ടുള്ള സുഹൃത്ത് പ്രൊഫസർ KV തോമസ്, ഫോർവേഡ് ബ്ലോക്കിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ദേവരാജൻ, വേദിയിലുള്ള കോൺഗ്രസിൻ്റെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും നേതാക്കന്മാരെ, പള്ളുരുത്തി പ്രദേശത്തെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, അനുജത്തിമാരെ, അനുജന്മാരെ, ഈ പള്ളുരുത്തി വെളിയിൽ സംസാരിക്കാൻ നിൽക്കുമ്പോൾ ഞാൻ ജനിച്ച ജന്മനാടായ ചേർത്തലയുടെ അയൽപക്കത്തുള്ള ഒരു വീട്ടിൽ ഒരു സ്ഥലം സംസാരിക്കുന്ന ഓർമ്മയാണ് എനിക്കുള്ളത്. നമ്മൾ തൊട്ട് അയൽവക്കക്കാരാണ്. പണ്ട് നമ്മൾ തമ്മിലുണ്ടായിരുന്ന ഏക അകലം അവരിടുന്ന ഇടക്കൊച്ചി കടത്ത് കിടന്നാലേ ഇവിടെ എത്താൻ പറ്റുള്ളൂ. എഴുപതിൽ നിന്ന് കുമ്പളയ്ക്ക് വരണമെങ്കിൽ കടത്ത് കിടക്കണം, പള്ളിത്തോടത്ത് ചെല്ലാനെന്ന് പറഞ്ഞെങ്കിൽ കടത്ത് കിടക്കണം. ഇപ്പം അതൊന്നും വേണ്ട. എല്ലാം ഒരു തടസ്സവുമില്ലാതെ ചേർത്തലയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സാധിക്കും. നമ്മൾ അയൽവക്കത്തുകാർ മാത്രമല്ല, ഇപ്പം നമ്മൾ ഒരേ വീട്ടുകാരാണ്. സംസ്ഥാന സർക്കാരിനെതിരായ വിമർശനങ്ങളെക്കാൾ കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ടാണ് പ്രസംഗം. കഴിഞ്ഞ അസംബ്ലി ഇലക്ഷന് മുമ്പ് പറഞ്ഞു പിണറായി LDF വന്നോട്ടെ, എല്ലാം ശരിയാകും. എല്ലാം ശരിയാക്കി. കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും പ്രയാസമുണ്ടാക്കി. മോഡി ഭരണത്തിന് കീഴിൽ കണ്ണീരൊടുക്കാത്ത, കഷ്ടപ്പെടാത്ത, വേദനിക്കാത്ത ഒരു ജനവിഭാഗവുമില്ല. എല്ലാവരെയും കഷ്ടപ്പെടുത്തി വിശദീകരിക്കുന്നു. സമസ്ത മേഖലയും തകർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ജനങ്ങളെ ജാതിയും മതവും പറഞ്ഞ് തമ്മിൽ ഭിന്നിപ്പിച്ച്, പണ്ട് വെള്ളക്കാരൻ സായിപ്പന്മാർ
ഇന്ത്യയുടെ ഭരണം തുടരാൻ വേണ്ടി ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള ഒരു നയമെടുത്തു. മോഡിയുടെ ഉദ്ദേശം തന്നെയാണ്, ഭിന്നിപ്പിച്ച് ഭരിക്കുക. ജാതിയുടെയും മതത്തിൻ്റെ പേരിൽ സഹോദരങ്ങളെ പോലെ കഴിയുന്നവരെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന ഒരു നയം. ഇതാണ് 5 വർഷമായി ഈ രാജ്യത്ത് നടക്കുന്നത്. പ്രളയത്തിലൂടെയും ശബരിമലയിലൂടെയും പ്രസംഗം തുടർന്നു. ഹൈബി ഈഡനെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രസംഗം അവസാനിപ്പിച്ചു. വെള്ളപ്പൊക്കാലത്ത് എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറച്ചുവെച്ച് ഒരുമിച്ച് കിടന്ന മലയാളികളെ, കേരളീയരെ ശബരിമലയുടെ പേരിൽ 2 ചേരിയിലാക്കി. ശബരിമല പ്രശ്നം ഇത്രയും വഷളാക്കിയതിൽ ഒന്നാം പ്രതി സാക്ഷാൽ നരേന്ദ്രമോദി, കൂട്ടുപ്രതി പിണറായി വിജയൻ, 2 പേരും ഒരേ തൂവൽ പക്ഷികൾ. തീരദേശക്കാരുടെ മത്സ്യത്തൊഴിലാളികളുടെ കാര്യം പറയാൻ കേന്ദ്രത്തിലൊരു മന്ത്രി വേണ്ടേ, ഒരു മന്ത്രാലയം വേണ്ടേ? രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാൽ ഇന്ത്യ രാജ്യമായി ഫിഷറീസിന് മാത്രമായി ഒരു മന്ത്രി ഉണ്ടാകും, ഒരു മന്ത്രാലയം ഉണ്ടാകും. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായാൽ ഈ നാട്ടിലെ പാവപ്പെട്ട കുടുംബങ്ങളിലെ എല്ലാവർക്കും അവരുടെ അക്കൗണ്ടിലേക്ക് മാസം തോറും 1-ാം തീയതി കൃത്യമായി 6000 രൂപ കൃത്യമായി അക്കൗണ്ടിലേക്ക് അയക്കും. പുരുഷന്മാർ കൈയടിക്കാൻ വരട്ടെ, അക്കൗണ്ടിൽ പണം അയക്കാൻ പോകുന്നത് ആ വീട്ടിലെ വീട്ടമ്മയുടെ അക്കൗണ്ടിലേക്കാണ് അയക്കാൻ പോകുന്നത്. വെയിലുകാരി വോട്ട് ചെയ്യാൻ പോയാൽ സ്റ്റേഷൻ അടച്ചു പോകും. അതുകൊണ്ട് എത്ര വെയിലുണ്ടെങ്കിലും തലയിൽ മുണ്ടിട്ടായാലും വെയിലിനെ തടുത്തു നിർത്തി പോയി എല്ലാവരും ഏപ്രിൽ 23-ാം തീയതി വോട്ടവകാശം വിനിയോഗിക്കണം. അങ്ങനെ എല്ലാവരും ഞാൻ പറഞ്ഞ വോട്ട് രേഖപ്പെടുത്തിയാൽ മെയ് 23-ാം തീയതി ഉച്ച കഴിയുമ്പോൾ എറണാകുളം ലോക്സഭയുടെ MP ഹൈബി ഈഡനാകുമായിരുന്നു. അതിന് നിങ്ങളുടെ എല്ലാം സഹായം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ് പഴയ നിങ്ങളുടെ അയൽവാസി അക്കരെയുള്ള ചേർത്തലക്കാരനായ ആന്റണി ഇവിടെ വന്നിരിക്കുന്നത്. UDF-ൻ കീഴിലായി ഒരൊറ്റ ശക്തിയായിടാം, രാഹുൽ ഗാന്ധി തൻ കരങ്ങളിൽ കരുത്ത് നൽകിടാം. UDF-ൻ കീഴിലായി ഒരൊറ്റ ശക്തിയായിടാം, രാഹുൽ ഗാന്ധി തൻ കരങ്ങളിൽ. പള്ളുരുത്തിയിൽ നിന്നിറങ്ങിയപ്പോൾ തന്നെ സൂര്യൻ കടലിലേക്ക് മറയാനുള്ള അവസാന ഒരുക്കത്തിലായിരുന്നു. വൈറ്റിലയിലെത്തിയപ്പോഴേക്കും ഇരുട്ട് പടർന്നു. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകേണ്ടതിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയായിരുന്നു വൈറ്റിലയിലെ പ്രസംഗം. മുഖ്യമന്ത്രി പറയുന്നത് ശബരിമലയിൽ 144 പ്രഖ്യാപിക്കാനും ആവശ്യമെങ്കിൽ കേന്ദ്രസേനയെ കൂടി ക്ഷണിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശം ഉണ്ടായെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ നിർദ്ദേശം കൊടുത്ത ഒരു പ്രധാനമന്ത്രി കോഴിക്കോട് നിന്ന് പറയുകയാണ്, എനിക്ക് വീണ്ടും അധികാരം കിട്ടിയാൽ നൂറ്റാണ്ടുകളായി തുടരുന്ന ആചാരങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിക്കുമെന്ന്. കോഴിക്കോട്ടെ പ്രസംഗത്തിലൂടെ ഒരു കാര്യം ബോധ്യം വന്നു, ഈ വർഷത്തെ ബെസ്റ്റ് ആക്ടർ അവാർഡ് കൊടുക്കേണ്ട വ്യക്തി സാക്ഷാൽ നരേന്ദ്രമോദി തന്നെ. അമിതാഭ് ബച്ചൻ തോറ്റുപോകും, നമ്മുടെ മമ്മൂട്ടി തോക്കും, മോഹൻലാൽ തോക്കും. അവരെയൊക്കെ തോൽപ്പിച്ചുകൊണ്ട് ബെസ്റ്റ് ആക്ടറാൻ പറ്റിയ അഭിനയ പാഠവുമുള്ള നടനാണ് അദ്ദേഹം. അതുകൊണ്ടാണ് ചെയ്യേണ്ട സമയത്ത് കാര്യങ്ങൾ ചെയ്യാതെ അത് ഇപ്പോൾ വന്ന് കേരളത്തിൽ വന്ന് വോട്ട് വീഴാൻ ശ്രമിക്കുന്നത്. പിണറായി വളരെ ശക്തമായ നിലയിൽ മോഡിക്കെതിരായിട്ട് സംസാരിക്കുന്നു. ശബരിമലയുടെ പേരിൽ മോഡി മാത്രമാണോ ഈ പ്രശ്നത്തിന് പെട്ടക്കാരൻ? പിണറായിയും കൂട്ടുപ്രതിയല്ലേ? കോടതിയിൽ നിന്നൊരു വിധി ഉണ്ടായപ്പോൾ കേട്ട വാദി കേൾക്കാത്ത വാദി
വിധിയുടെ കോപ്പി പോലും വായിച്ചു നോക്കാതെ അദ്ദേഹം പ്രഖ്യാപിച്ചു ആരെതിർത്താലും വിധി നടപ്പാക്കും. വേണ്ടി വന്നാൽ ഈ സ്റ്റേറ്റിലെ പോലീസിനെ കൊണ്ട് എണ്ണം തികയുന്നില്ലെങ്കിൽ അയൽ സംസ്ഥാനത്തെ പോലീസിനെ അവർ വിളിച്ചു വരുത്തി വിധി നടപ്പാക്കുമെന്ന് പറഞ്ഞു. വിനോദ് വളരെ ഭാഗ്യമുള്ള DC പ്രസിഡന്റാണ്. 4 MP കൊടുക്കാൻ അവകാശമുണ്ട്. എറണാകുളം, ചാലക്കുടി, കോട്ടയത്തിൻ്റെ പിറവം, ഇടുക്കിയുടെ കോതമംഗലം, മൂവാറ്റുപുഴ, ഈ 4 എറണാകുളത്തുകാർ ശരിക്കും പ്രവർത്തിച്ചാൽ 4 നമുക്ക് നേടാൻ കഴിയും. ചാലക്കുടി മണ്ഡലത്തിലാണ് അടുത്ത പ്രചാരണ യോഗം. വൈറ്റിലയിൽ നിന്ന് 35 മിനിറ്റ് കൊണ്ട് ചാലക്കുടി മണ്ഡലത്തിലെ പുത്തൻകുരിശിലെ യോഗസ്ഥലത്തെത്തി. KSU പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി ചുറ്റും കൂടി. പടക്കവും മത്താപ്പുമായി ആവേശം ആകാശത്തേക്ക് പടർന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മൈക്ക് ഓഫ് ചെയ്യേണ്ടതുള്ളത് ഇവിടേക്ക് കടന്നു വന്നിട്ടുള്ളത് അദ്ദേഹത്തിന് വേണ്ടി വഴിമാറുന്നു. മുദ്രാവാക്യം വിളികളുടെ ഇടയിലൂടെ വേദിയിലെത്താൻ കുറച്ചധികം സമയം വേണ്ടി വന്നു. വൈറ്റിലെ പൊതുയോഗത്തിന് ശേഷം പുത്തൻകുരിശ് നടക്കുന്ന പൊതുയോഗത്തിലാണ് AK ആന്റണി ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഡോക്ടർമാർ നിർദ്ദേശിച്ച വിശ്രമത്തിന് ശേഷം ചാലക്കുടിയിലെ സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ മടങ്ങിയെത്തുന്ന സ്വീകരണ യോഗം എന്നതും ഒരു പ്രത്യേകതയാണ്. ഹൃദയാഘാതത്തെ തുടർന്ന് ഡോക്ടർമാർ വിശ്രമം നിശ്ചയിച്ച ബെന്നി ബെഹനാൻ പ്രചാരണ രംഗത്തേക്ക് തിരിച്ചെത്തിയതിൻ്റെ ആവേശം പ്രവർത്തകർക്കുണ്ട്. ഡോക്ടർമാർ വിലക്കിയിട്ടുണ്ടെങ്കിലും AKയെ സ്വാഗതം ചെയ്തുകൊണ്ട് ബെന്നി ബെഹനാന്റെ വക ചെറിയ പ്രസംഗം. കഴിഞ്ഞ 5-6 ദിവസമായി ഞാൻ ആശുപത്രിയിൽ പ്രവേശിച്ചു. എൻ്റെ പര്യടന പരിപാടിയുടെ ഇടയിൽ വെച്ചാണ് എനിക്ക് ആശുപത്രിയിൽ പോയത്. പക്ഷെ ഞാൻ ആശുപത്രിയിൽ പോയപ്പോൾ സ്വയം സ്ഥാനാർത്ഥിയായി ഈ നിയോജകമണ്ഡലത്തിലെ MLAമാരും UDF നേതാക്കന്മാരും നിങ്ങളും ഒരു സ്ഥാനാർത്ഥിയായി പ്രവർത്തിച്ചു എന്നതിലുള്ള നന്ദി ഞാൻ ആദ്യം രേഖപ്പെടുത്തുകയാണ്. സ്ഥാനാർത്ഥിയുടെ ആരോഗ്യനില മോശമാക്കാതെ എല്ലാവരും പ്രചാരണ രംഗത്ത് സജീവമാക്കണമെന്ന ഉപദേശത്തോടെ ബെന്നി ബെഹനാനു വേണ്ടി വോട്ടഭ്യർത്ഥന. ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു, ആവശ്യപ്പെടുന്നു. അടുത്ത കുറേ ദിവസം വരെ കൂടി ഡാക്ടർമാർ പറഞ്ഞ് കേൾക്കണം. അമിതാവേശം വേണ്ട. എനിക്ക് മാത്രമല്ല, കൂടെ പ്രവർത്തിക്കുന്നവർക്ക് ഉന്തിയും തള്ളിയും പ്രശ്നം ഉണ്ടാക്കരുത്. ആവേശത്തു കൂടി കൈ കൊടുക്കാൻ ചാഞ്ഞു കൊണ്ട് വലിക്കരുത്. അങ്ങനെ പ്രശ്നമില്ല. നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. ബെന്നി ബെഹനാൻ മാത്രമായിട്ടല്ല, ചാലക്കുടിയുടെ MP ആയി അന്ന് നിങ്ങൾക്ക് ആഹ്ലാദിക്കാം, ആരോഗ്യമുണ്ടാക്കാം, നിങ്ങളുടെ ആവശ്യങ്ങൾ MPയോട് പറയാം, വേണമെങ്കിൽ വഴക്കടിക്കാം. ആ വഴക്കെല്ലാം അതേപടി ഏറ്റുകൊണ്ട് ഡൽഹിയിൽ പോയി അവിടെ വഴക്കെടുത്ത് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. പുത്തൻകുരിശിൽ നിന്നും ഇടുക്കി മണ്ഡലത്തിലെ കോതമംഗലത്ത് ഡീൻ കുര്യാക്കോസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ് AK ആന്റണി അടുത്തതായി സംസാരിക്കുക. ഇടുക്കി മണ്ഡലം തിരിച്ചുപിടിക്കാൻ കച്ചകെട്ടിയിറങ്ങിയ കോൺഗ്രസ് പ്രവർത്തകർ കോതമംഗലത്തും നൽകിയത് മികച്ച സ്വീകരണം. പക്ഷേ പ്രസംഗിക്കാൻ മൈക്കിന് മുന്നിലെത്തിയപ്പോൾ ചെറിയ പ്രശ്നം.
ഇടുക്കിയിലെത്തിയപ്പോൾ കാർഷിക പ്രശ്നങ്ങളിലൂന്നിയാണ് പ്രസംഗം. കർഷക ആത്മഹത്യയും കസ്തൂരിരംഗൻ റിപ്പോർട്ടും ചൂണ്ടിക്കാട്ടിയാണ് പ്രചാരണം. 1/1/77 മുമ്പ് കേരളത്തിലെ മലയോരങ്ങളിൽ കാടുകളിൽ കയറി കൃഷി ഇറക്കിയവർ കയ്യേറ്റക്കാരല്ല, അവർ കർഷകരാണ്, കുടിയേറ്റ കർഷകരാണ്. അവരെ ഇറക്കി വിടാൻ പാടില്ല. 1/1/77 മുമ്പ് കൃഷി ഇറക്കുന്നവരെ ഇറക്കിവിടുന്ന സമ്പ്രദായം കേരളത്തിൽ അവസാനിപ്പിച്ചത് ഞാൻ മുഖ്യമന്ത്രിയായിരുന്ന അന്നത്തെ ജനാധിപത്യ ഗവൺമെൻറ്. അതിനുശേഷം കാലം എത്ര മുന്നോട്ട് പോയി, എത്ര ഗവൺമെൻറ് മാറി വന്നു, ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും എത്ര ജഡ്ജിമാർ മാറി വന്നു. ഇന്ന് വരെ ഒരു ഗവൺമെൻറ്റും, സംസ്ഥാന ഗവൺമെൻറ്റും ഹൈക്കോടതിയും സുപ്രീം കോടതിയും അന്നത്തെ തീരുമാനത്തിൻ്റെ അണുവിട വ്യത്യാസം വരുത്തിയിട്ടില്ല. ഇതിനിടയിൽ എതിർ സ്ഥാനാർത്ഥിക്കിട്ട ഒരു താങ്ങും LDF പ്രവർത്തകരോട് ഒരു ഉപദേശവും. നരേന്ദ്രമോദിയെ താഴെയിറക്കാൻ വേണ്ടി മതേതര കേരളം ഒരുമിക്കണം, ഒറ്റക്കെട്ടാകണം. ജാതിക്ക് മതത്തിന് പാർട്ടിക്കും അതീതമായി ഇത്തവണ ഒരുമിച്ച് നിൽക്കണം. അവരുടെ ഇടതുപക്ഷ അനുഭാവികളും ഇത്തവണ ഇതുവരെ എല്ലാവരും ഇടതുപക്ഷക്കാർ കൂട്ടിയിരുന്നത് അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിലും നെൽക്കര അരിവാളിലാണെങ്കിലും ഇത്തവണ ഒരിക്കൽ ഇടുക്കി നിയോജകമണ്ഡലത്തിൽ കൈപ്പത്തി കൂട്ടി ചെയ്യണം. അങ്ങനെ ഈ ഓരോ വോട്ടും നരേന്ദ്രമോദിയുടെ ഭരണം അവസാനിപ്പിക്കാനുള്ള വോട്ടായിട്ട് മാറും. അസംബ്ലി ഇലക്ഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ വോട്ട് ചെയ്തു. ഈ ഇലക്ഷൻ്റെ ഫലമായി പിണറായി മാറാൻ പോകുന്നില്ല, 2 വർഷം കൂടെ ഭരിക്കും. പക്ഷേ ഇലക്ഷനിൽ 2 വർഷം തിരിച്ചെടുത്ത് നൽകിയാൽ അടുത്ത 2 വർഷം കൂടി ഭരിക്കുന്ന പിണറായി പഴയ പിണറായി ആയിരുന്നില്ല, പിണറായിയുടെ നിഴലായിരിക്കും. പാണ്ഡൻ നായുടെ പല്ല് കൊഴിഞ്ഞു പോകും, ശൗര്യം പണ്ടേ പോലെ ഭരിക്കത്തില്ല. ഇപ്പോൾ കാണിക്കുന്ന ദാർഢ്യവും ധിക്കാരവും അകം തോന്നും കുറയും. കുറച്ചുകൂടി മര്യാദരാമനായി പിണറായി ശിഷ്ടകാലം ഭരിക്കാൻ വേണ്ടി ഒരു താക്കീത്, ഒരു ഷോക്ക് കൊടുക്കുക മാത്രമാണ് ഈ ഇലക്ഷൻ സാധിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ വാഗ്ദാനം മോഡിയുടെ അച്ചാദനം പോലെയായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ ഇടുക്കിയിലെ ജനങ്ങളോടുള്ള വാഗ്ദാനം. പക്ഷേ അതൊന്നും പാലിച്ചില്ല. ആൾക്കാർക്ക് ഇപ്പോൾ തനിനിറം മനസ്സിലായി. കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായി എല്ലാം ശരിയാക്കും, കസ്തൂരിരംഗനൊക്കെ ഇപ്പം അതോടുകൂടി എല്ലാം പരിഹരിക്കപ്പെടും, പട്ടയ പ്രശ്നമൊക്കെ പരിഹരിക്കും എന്ന് പറഞ്ഞു പോയിട്ട് സ്വന്തം പട്ടയ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചല്ലാതെ മറ്റൊന്നും പരിഹരിക്കാത്ത ഈ മുന്നണിയെ രാജ്യപ്പെടുത്തി ഇത്തവണ ഡീൻ കുര്യാക്കോസിന്. ആ ഡീൻ കുര്യാസ് പാവം തൻ്റെ പാർട്ടി, തൻ്റെ യൂത്ത് കോൺഗ്രസിൽപ്പെട്ട 2 ചെറുപ്പക്കാർ കാസർഗോഡ് ജില്ലയിലെ 19 വയസ്സുള്ള കൃപേഷ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനും 26 വയസ്സുള്ള ശരത്ലാൽ എന്ന ചെറുപ്പക്കാരനും കൊല്ലപ്പെട്ടപ്പോൾ അറിയാതെ അവർ ചിലർ കൂടി ഒരു ഹർത്താൽ ആഹ്വാനം ചെയ്ത് ഒരുപാട് കേസിലെ പ്രതിയാണ്. ഞാൻ കോടതിയുടെ കാര്യത്തിലുള്ള അഭിപ്രായം പറഞ്ഞത്. പക്ഷേ ഹർത്താൽ നടത്തുന്നതിന് ഡീൻ കുര്യാക്കോസും യൂത്ത് കോൺഗ്രസ് തന്നെ ശിക്ഷിക്കപ്പെടണമെങ്കിൽ ആദ്യം ശിക്ഷിക്കേണ്ടത് മോഡിയെയും പിണറായി വിജയനെയുമാണ്. രാഹുൽ ഗാന്ധി രാജ്യഭരണമേറ്റെടുക്കുമാ ദിനം, രാജ്യമാകെ ശാന്തി സമാധാനം കൈവരും ദിനം. രാഹുൽ ഗാന്ധി രാജ്യഭരണമേറ്റെടുക്കുമാ ദിനം, രാജ്യമാകെ ശാന്തി സമാധാനം കൈവരും ദിനം. UPAക്ക് കൈക്കരുത്ത് നമ്മളാണ് സോദരെ, യുദ്ധമുഖം തീർത്ത ഫാസിസം തകർക്ക് ധീരരെ. UPAക്ക് കൈക്കരുത്ത് നമ്മളാണ് സോദരെ, യുദ്ധമുഖം തീർത്ത ഫാസിസം തകർക്ക് ധീരരെ. 5 മണിക്കൂർ കൊണ്ട് 3 പാർലമെന്റ് മണ്ഡലങ്ങളിൽ കൂടി 4 പൊതുയോഗത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് AK ആന്റണിയുടെ ഇന്നത്തെ പര്യടനം അവസാനിക്കുന്നത്. നേതാവിനൊപ്പം ഈ ലക്കം ഇവിടെ പൂർത്തിയാകുന്നു.